ഹായ് ഹേ ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഇപ്പോൾ പുറത്ത് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്നുള്ളത്. ഞാനിപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കുകയാണ്. സോ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ പോലെ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ വല്ലപ്പോഴും ഉണ്ടാവുന്ന ഒരു മൂഡാണ്, എപ്പോഴൊന്നും ചെയ്യലില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ പോലെ എടുക്കാമെന്നുള്ളത്. സോ ഒരുപാട് പേർക്കറിയാം എൻ്റെ സ്കിന്ന് ഓയിലി സ്കിന്നാണെന്നുള്ളത്. സോ ഞാൻ ഇപ്പോൾ ട്രൈ ഔട്ട് ചെയ്യുന്നത് സെറാവേൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ. സോ ആദ്യം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാം. ദെൻ ഞാൻ എന്ത് ചെയ്യും, നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും എൻ്റെ ഫേസ്. അതായത് ആദ്യം ഞാൻ സൺസ്ക്രീൻ ഇടും കേട്ടോ. ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന സൺസ്ക്രീനാണ് ഡെർമാക്കോയുടെ ഈ സ്റ്റിക്ക്. ഓക്കെ, ഇത് ഞാൻ നല്ലോണം എല്ലായിടത്തും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കും. എനിക്കെപ്പോഴും ഒരു നോൺ മേക്കപ്പ് ലുക്കാണ് എനിക്ക് കൂടുതലും എനിക്കിഷ്ടം. ഞാനങ്ങനെ എത്രത്തോളം മേക്കപ്പ് അവോയ്ഡ് ചെയ്ത് സിമ്പിളായിട്ട് പോകാൻ പറ്റുമോ അങ്ങനെയാണ് ഞാൻ കൂടുതലും നോക്കല്. കാരണം ഒരു പരിധി വരെ എന്നെക്കൊണ്ട് മേക്കപ്പ് ഇട്ട് നിൽക്കാൻ പറ്റും, ഒരു പരിധി കഴിഞ്ഞ് എന്നെക്കൊണ്ട് തീരെ കഴിയില്ല ഈ ഒരു സംഭവം. സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞ് ദെൻ ഇനി ഞാൻ എന്ത് ചെയ്യും, മോയ്സ്ചറൈസ് ചെയ്യും. മോയ്സ്ചറൈസ് എന്നാൽ അതായത് നമ്മുടെ ഫൗണ്ടേഷൻ, ഇതിൻ്റെ മേലെ ഞാൻ എന്തായാലും ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു തരി പോലും എൻ്റെ പോസിൻ്റെ ഉള്ളിലേക്ക് കിടക്കാത്ത വിധത്തിലാണ് ഞാൻ മോയ്സ്ചറൈസ് ചെയ്യല്. കാരണം എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അപ്പോൾ പിമ്പിൾസ് വരും. അത് ഇപ്പം എൻ്റെ സ്കിന്നിന് മാത്രമല്ല എല്ലാവരുടെ സ്കിന്നിനും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം നമ്മൾ എന്ത് ഫൗണ്ടേഷൻ ആണെങ്കിലും കൺസീലിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫേസ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ആദ്യം ഉറപ്പ് വരുത്താൻ നോക്കാം. ഓക്കെ, ഞാൻ കുറേ ദിവസം വീഡിയോ എടുക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടാവും, നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ, പിന്നെ എന്ന് വിചാരിക്കും ഞാൻ ഒരുപാട് വീഡിയോസ് എടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഓൺ വോയിസ് ചെയ്യാൻ അറിയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ടാസ്ക്കാണ്. പിന്നെ ഞാൻ പുറത്ത് പോയിട്ടുള്ള വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷെ എന്താ പറയുക, ഞാൻ വിചാരിച്ച പോലെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കത് അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. സോ ഞാനിപ്പോൾ മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ഒരുപാട് ആൾക്കാർ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷെ അവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്ത് കൈൻഡ് ഓഫ് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്നും കൂടെ നിങ്ങൾ പറയാം. എനിക്ക് സമയമില്ല, എൻ്റെ അമ്മയുടെ വെയിറ്റ് ചെയ്യുന്നത്, എൻ്റെ ഇടയിൽ കൂടെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഓക്കെ, മിറർ എടുക്കട്ടെ. എൻ്റെ ഫേസിലുള്ള ഹെയർസ് റിമൂവ് ചെയ്യാനായിട്ടുണ്ട്, അപ്പം എനിക്കതിനൊന്നും ഇപ്പോൾ സമയമില്ല. ഓക്കെ, മോയ്സ്ചറൈസ് ചെയ്തു. ഇനി ഞാൻ അപ്ലൈ ചെയ്യുന്നത് ചാർമസിയുടെ ഈ ഒരു ഫൗണ്ടേഷനാണ്. എപ്പോഴും നിങ്ങളുടെ സ്കിൻ ടൈപ്പിനൊന്നെങ്കിൽ സെയിം ആയിട്ടുള്ള ഫൗണ്ടേഷൻ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് അപ്പായിട്ടുള്ള ഫൗണ്ടേഷൻ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ബിക്കോസ് അതായത് ഒന്ന് ഓക്സിഡൈസ് ആവും. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ ഷെയ്ഡ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ഇതിൻ്റെ കറക്റ്റ് ഷെയ്ഡാണിത്. ഓക്കെ, ഞാൻ മാൾസിൻ്റെ ഈ ഒരു ബ്രഷാണ് ഞാൻ യൂസ് ചെയ്യല് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫൗണ്ടേഷൻ ഇടുന്നതിൻ്റെ മുന്നേ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫേസ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക. അതാണ് ആളുകൾ ഫോളോ ചെയ്യുന്നതും കൂടെയാണ്. അതായത് നിങ്ങൾ എന്ത് മേക്കപ്പ് പ്രോഡക്റ്റ് നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്തോ ഫസ്റ്റ് അത് നിങ്ങളുടെ സ്കിന്നിൻ്റെ അകത്തേക്ക് കടക്കാണ്ടിരിക്കണ വിധത്തിലായിരിക്കണം. ചിലർ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ബ്ലഷൊക്കെ ഫേസിന് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒരിക്കലും ചെയ്യരുത് കേട്ടോ. മോയ്സ്ചറൈസ് ചെയ്യുക, സൺസ്ക്രീൻ യൂസ് ചെയ്യുക, ദെൻ അപ്ലൈ യുവർ മേക്കപ്പ് പ്രോഡക്ട്സ്. ഓക്കെ,
നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ഞാൻ അടുത്ത് പോകണോണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ഈ ഫൗണ്ടേഷൻ കുഴപ്പമില്ല കേട്ടോ, കുറച്ചധികം ലോങ് ലാസ്റ്റിംഗ് ആണ്. പക്ഷെ ഞാൻ എപ്പോഴും ഹുദയുടെ ഫാനാണ്. പക്ഷെ ഹുദ കുറച്ച് എക്സ്പെൻസീവ് ആണ്, അതെല്ലാവരെ കൊണ്ടും താങ്ങാൻ പറ്റണം എന്നില്ല. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ ഞാൻ നല്ലോണം കുറേ ആൾക്കാർ ഇൻസ്റ്റയിലൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് എന്താ വീഡിയോസ് ഒന്നും ചെയ്യാത്തതെന്നുള്ളത്. ഇൻഷാല്ലാ ഇനി ഞാൻ കുറേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കൈൻഡ് ഓഫ് വീഡിയോസാണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതും എൻ്റെ വീഡിയോസിൽ ഇനി എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരണം എന്നുള്ളതും നിങ്ങൾക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസാണ് ഇഷ്ടമുള്ളത് എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. ഓക്കെ, ഫൗണ്ടേഷൻ ഇട്ട് ഇനി ഞാൻ ബ്ലഷ് ഇടാൻ പോവാണ്. ബ്ലഷ് ഇടുന്നതിന് മുന്നേ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലാക്മിയുടെ ലൂമി ക്രീമും പിന്നെ നൈക്കയുടെ ഈ ഒരു ലിപ്സ്റ്റിക് ഇതും എടുക്കും. എന്നിട്ട് ലൂമി ക്രീം കുറച്ചെടുക്കും. ഇതിപ്പോൾ കുറച്ച് അധികമായിട്ടോ, കുറച്ച് മതി. ദെൻ പിന്നെ ഇതെടുത്തതിന് ശേഷം ഇത് ഇങ്ങനെ കുറച്ചിങ്ങനെ അപ്ലൈ ചെയ്യും. ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്യും. ഞാൻ ഇതിലിട്ട് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കൊരു ഷൈനിങ് പോലെ കിട്ടും. ദെൻ ഞാൻ ഈ ഒരു പാർട്ട് എടുത്തിട്ട് ഈ ഒരു ബ്രഷിന് ഇങ്ങനൊരു ഉപകാരം കൂടെ ഉണ്ട്. ഈ ലൂമി ക്രീം ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ചിലർ ഇത് ഫസ്റ്റ് അപ്ലൈ ചെയ്യും. ഞാൻ ഈ സൺസ്ക്രീനിൻ്റെ സ്റ്റിക്ക് ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം നല്ല ഗ്ലോയിങ് കിട്ടും. ഓക്കെ, നല്ലൊരു ബേസാണ് എനിക്ക് സൺസ്ക്രീനിൻ്റെ സ്റ്റിക്ക് ഉപയോഗിക്കൊണ്ട് എനിക്ക് കിട്ടണേ. അതുകൊണ്ട് ലൂമി ക്രീം ഞാൻ ഫസ്റ്റ് അപ്ലൈ ചെയ്യാറില്ല. അതൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള എൻ്റെ കണ്ടെത്തലുകളാണ്. അതൊന്നും എല്ലാവർക്കും ഇതുപോലെ ഒന്നും തോന്നണമെന്നില്ല. ഓക്കെ, നമ്മുടെ പറഞ്ഞാൽ ഈ ഒരു മേക്കപ്പ് ഫീൽഡിൽ നമ്മൾ ഓരോ പ്രൊഡക്റ്റും എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുമ്പോൾ ഓരോ പേഴ്സൺ അനുസരിച്ചും അത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ എനിക്ക് തോന്നണ പോലെ മറ്റുള്ളവർക്കും തോന്നണം എന്നില്ല. ചിലർക്ക് ഇതിനെപ്പറ്റി ഭയങ്കര നെഗറ്റീവ് റിവ്യൂ ആയിരിക്കും. ഓക്കെ, നമ്മളിങ്ങനെ യൂസ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ആ ഒരു ഗ്ലോയിങ് എൻ്റെ ഫേസിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇനി കുറച്ചും കൂടെ അപ്ലൈ ചെയ്ത് മിററിൽ നോക്കി ചെയ്യട്ടെ. കുറച്ച് ഐസിൻ്റെ മുകളിലും പെർഫെക്റ്റ്. ഇവിടെ കഴിക്കണ്ടല്ലോ. ഓക്കെ, ഇനി ഞാൻ എനിക്കെപ്പോഴും ഇപ്പോൾ വിങ് ഇടണം. സോ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന പെൻസിൽ ഡാസ്ലറിൻ്റെ ഒരു ഐ പെന്നാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ, വിങ്സ് ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ മിറർ എടുക്കുകയാണ്. എനിക്ക് സ്ക്രീനിൽ നോക്കിയിട്ട് വീഡിയോ എടുക്കാന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കുള്ള പരിപാടി. അതുകൊണ്ട് മിറർ നോക്കിയാണ് ചെയ്യുന്നത്. വിങ്സ് ഇട്ട് എനിക്ക് പൊതുവേ ലാഷസ് ഇല്ല, അപ്പോൾ ഞാൻ മസ്കാര ഇടും കേട്ടോ. എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. എനിക്ക് പൊതുവേ നമ്മളെപ്പോഴും നമ്മുടെ ലാഷസ് മീൻസ് മസ്കാര ഇടുമ്പോൾ ഒന്നും കൂടി ഒരു നാച്ചുറാലിറ്റി തോന്നിപ്പിക്കും. നമ്മളെ ഫേസിന് ഒന്നും കൂടി ഒരു ഭംഗിയായിരിക്കും കണ്ണിന്.
ലിപ് ലൈനർ സ്വിസ് ബ്യൂട്ടിയുടെ ലിപ് ലൈനറാണ്, ഡാർക്ക് ചോക്ലേറ്റ്. ദെൻ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഇതിൻ്റെ അകത്ത് ഇത് ഫോർഎവർ 52ൻ്റെ ബാൻഡിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്, ന്യൂഡ് ഷെയ്ഡ്. ഇത് ഞാൻ ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യും. ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇനി ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ചെറി ബ്രൗൺ എന്ന് പറഞ്ഞ ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്ന വേറൊരു പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് പൗഡർ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഇവിടെ ഈ അണ്ടറായി ഇങ്ങനെ ചെയ്യാം. സോ ഞാനത് എടുത്തിട്ട് വരാം. ഓക്കെ, ഇത് പാക്കിൻ്റെ ലൂസ് പൗഡറാണ്. നിങ്ങളെ കയ്യിലുള്ള അതിനിപ്പോൾ സാധാ ടാൽക്കൺ പൗഡർ ആയാലും കുഴപ്പമില്ല, അതൊരു ഇത്തിരി എടുക്കുക. ദെൻ ഇങ്ങനെ ചെയ്യാം. ദെൻ നമ്മുടെ ഈ ഐൻ്റെ ഈ ഭാഗത്ത് ജസ്റ്റ് ഇങ്ങനെ കൊടുക്കാം. കോമഡേറ്റുണ്ടല്ലേ, ഇത് തട്ടിക്കൊടുക്കും. ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്ത് കൈൻഡ് ഓഫ് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്നൊക്കെ നിങ്ങൾ പറയാം. ഇൻഷാ അല്ലാഹ് ഞാൻ ഇനി തുടർന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ വ്ളോഗ് ഇടണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ സംസാരിച്ച് വ്ളോഗ് ഇടും, പിന്നെ എനിക്കത് ഇടാനുള്ളൊരു കോൺഫിഡൻറ്റ് ഇല്ല, അതുകൊണ്ട് ഞാനത് അപ്ലോഡ് ചെയ്യാറില്ല. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായമൊക്കെ നിങ്ങൾ കമൻറ്റിൽ പറയാം. ഓക്കെ, അങ്ങനെയുള്ളൂ നമുക്ക് ഈ ഒരു ഫീൽഡിൽ എന്താ പറയുക നിലനിൽപ്പുള്ളൂ. ഓക്കെ, അല്ലാണ്ട് ഞാൻ കുറേ എന്തൊക്കെ പറയുന്നത് മീൻസ് എൻ്റെ വീഡിയോസ് ഒന്നും ആർക്കും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എന്താ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഞാൻ അതുപോലെയുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്യാം. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഒരുപാട് ആളുകൾ എൻ്റെ വ്ളോഗ് കാണുന്നുണ്ട്, പക്ഷെ അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ യുവർ വാച്ചിങ്. ബൈ.